ഡിയർ സ്റ്റുഡൻസ്, NIOSൻ്റെ ID കാർഡ് SSLC +2 ക്ലാസ്സുകളുടേത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക, ഹോം പേജ് ഓപ്പൺ ചെയ്യുക. SSLC ആണെങ്കിലും +2 ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് ഹോം പേജ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസുകൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ വരിക, ഫസ്റ്റ് കാണുന്ന ലിങ്ക് NIOS ID കാർഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പറയുന്നത് താഴെയുള്ള ബാച്ചുകളുടെ ഓരോ ബാച്ചിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ നിങ്ങളുടെ നെയിമും അതുപോലെ റെഫറൻസ് നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട്. N062 എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൻസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ബാച്ചിൻ്റേത് ഏതാണോ അതിൻ്റെ നോക്കിയിട്ട് നിങ്ങളുടെ നെയിമും അതുപോലെ ആ റെഫറൻസ് നമ്പർ ഏതാണെന്നുള്ളത് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ലോഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അത് പേസ്റ്റ് അടിക്കുക. എന്നിട്ട് അവിടെ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേസ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് നമ്പർ N0 എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ലാസ്റ്റ് വരെയാണ് കോപ്പി ചെയ്യേണ്ടത്. അത് കോപ്പി ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഞാൻ റെഫറൻസ് നമ്പറിലെടുത്ത് പേസ്റ്റ് അടിക്കുന്നു. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്നുള്ളത് അതടിക്കുന്നു. ഓക്കെ, അതടിച്ചതിൻ്റെ ശേഷം ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ അടിക്കുന്നു. എന്നിട്ട് താഴെ ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ ലോഗിൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേജിലൊന്നും നിങ്ങൾ ചെയ്യരുത്, മുകളിലുള്ള ക്ലോസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത്, ലോഗിൻ ചെയ്യുക. അതിൻ്റെ ശേഷം ഈ ഡൗൺലോഡ് എന്നുള്ള ഈ പേജിൽ തന്നെ വന്നിട്ടുള്ള ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ നിങ്ങളുടെ നെയിം, ഫാദർ നെയിം, മദർ നെയിം ഒക്കെ കറക്റ്റാണോ നോക്കാം. ഇവിടെ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു താഴെ ബ്ലൂവിൽ ഒരു വൈറ്റിൽ എഴുതിയിട്ടൊന്ന് കാണാം. M090 എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള അവിടുന്ന് അങ്ങോട്ട് ലാസ്റ്റ് വരെ അതിൻ്റെ 673638 എന്നുള്ള ഒരു പിൻകോഡ് വരെയുള്ള ആ ഒരു പേരും നമ്പറുമാണ്. നിങ്ങളുടെ TMA അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് AI നെയിം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങളുടെ AI നെയിം, അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിം രണ്ടും സെയിം ആണ്. അത് ഈ ID കാർഡ് കാണുന്ന താഴെ കാണുന്ന ഈ കോഡ് മുതലുള്ള ഈ ലാസ്റ്റ് വരെയുള്ള അഡ്രസ്സാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മൊബൈലിനനുസരിച്ച് പ്രിൻ്റ് അടിക്കുക. പ്രിൻ്റ് അടിച്ചതിന് ശേഷം ഇവിടെ സേവ് ആസ് PDF എന്നുള്ളത് കൊടുക്കുക. മൊബൈലിൽ പല സ്ഥലങ്ങളും പല സ്ഥലത്തായിരിക്കും. എന്നിട്ട് അവിടെ PDF എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങളുടെ PDFൻ്റെ നെയിമും കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഡൗൺലോഡ് ആയി കിട്ടും. പിന്നെ നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാനും പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ.